ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. തിരുവില്വാമലയിൽ BJPയുടെ ജനപിന്തുണ കണ്ട് അമ്പരന്നവർ ജനവിശ്വാസ്യത തകർക്കുക എന്ന ലക്ഷ്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്തിനെതിരെ മാർച്ച് സംഘടിപ്പിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. കൃഷ്ണപ്രസാദ്. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിനെതിരെ കേരള മഹിളാ സംഘം നടത്തിയ പ്രതിഷേധ മാർച്ചിന് മറുപടിയുമായി പഞ്ചായത്ത് പ്രസിഡന്റ് P. കൃഷ്ണപ്രസാദ് സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് അപേക്ഷിക്കാൻ ഹരിതകർമ്മ സേനയിൽ തുക അടയ്ക്കണമെന്ന നിർദ്ദേശം ഗ്രാമപഞ്ചായത്തിന്റേതല്ലെന്നും മറിച്ച് സംസ്ഥാന സർക്കാരിന്റെ നയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവല്ലാമലയിൽ BJPക്ക് ലഭിക്കുന്ന വർദ്ധിച്ചുവരുന്ന ജനപിന്തുണ കണ്ട് അമ്പരന്നവരാണ് രാഷ്ട്രീയ പ്രേരിതമായി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനവിശ്വാസ്യത തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. BJPയുടെ ജനകീയ സ്വീകാര്യതയിൽ മനംനൊന്ത് ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ ജനങ്ങൾ തള്ളിക്കളയണമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. CPIയുടെ വനിതാ സംഘടന ഇന്നലെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടത്തിയ മാർച്ച് തികച്ചും അവസോചിതമല്ലാത്തൊരു മാർച്ചായിരുന്നു. കാരണം CPI അടങ്ങുന്ന LDF ഗവൺമെന്റാണ് ഈ ഗ്രീൻ കാർഡ് ആദ്യമായി നിലവിൽ കൊണ്ടുവന്ന് യൂസർ ഫീം എന്ന സംവിധാനം നിലവിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ കുറെ മാസമായി ഇവിടെ യൂസർ ഫീ അടയ്ക്കുന്നുണ്ട്, പലരും അടയ്ക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ ബന്ധപ്പെട്ട് വന്ന് ആളുകൾ വരുമ്പോൾ യൂസർ ഫീ അടയ്ക്കണം എന്ന് നിർബന്ധം പെടുത്തിയത് ഇപ്പോൾ ഭരിക്കുന്ന തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് BJP ഭരണസമിതിയല്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് ഈ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ പോർട്ടൽ ആദ്യമായി ഓപ്പൺ ചെയ്തത്. അന്ന് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ഭരണസമിതി ഇല്ല, അന്ന് 19 അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്ന് ഈ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരുമെന്നും അവർക്കെതിരെ നിരയേറ്റു സൃഷ്ടിക്കണമെന്നും കരുതിക്കൊണ്ട് തിരുവില്ലാമലയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങൾക്ക് പാർട്ടിയുള്ള വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി ജനങ്ങളുടെ ജനപിന്തുണ കണ്ട അമ്പരന്ന് എതിർ കക്ഷിയെ ചെയ്തൊരു അപ്രഖ്യാപിത ഒരു നയമായിരുന്നു ഇത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ 29-ാം തീയതിയാണ് ആദ്യമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നിലയിൽ വന്നത്. അന്ന് തന്നെ ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യൂസർ ഫീ വാങ്ങുന്നതിനെ സംബന്ധിച്ച് സെക്രട്ടറി സംസാരിക്കുകയും നിർത്തലാക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് വന്നതല്ല ആർക്കും ഗ്രീൻ കാർഡ് നിർബന്ധമല്ല എന്ന് ഒരു വാർത്ത കൊടുത്തിരുന്നു. പക്ഷേ ഇത് പുറമെ ചില CSC കേന്ദ്രങ്ങൾ അവർ ഇതിന്റെ മറവിൽ രാഷ്ട്രീയം ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് കരുതാൻ കഴിയുന്നത്. കാരണം അവർ വളരെ നിർബന്ധമായിട്ട് ഇങ്ങനൊരു ആവശ്യമുണ്ട്, നിങ്ങൾ അടച്ചേ മതിയാവൂ എന്ന് പുറമെയുള്ള CSC കേന്ദ്രങ്ങളാണ് ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ വാക്കുകൾക്ക് അമ്മാനം പറഞ്ഞത്. അല്ലാതെ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലുള്ള കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് അവിടെ കഴിഞ്ഞ 30-ാം തീയതി മുതൽ യാതൊരു നിർബന്ധവും ഇല്ല, യൂസർ ഫീ വാങ്ങുന്ന ഗ്രീൻ കാർഡ് യാതൊരു നിർബന്ധവും ഇല്ലാതെ തന്നെയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരുന്നത്. CCV ന്യൂസ്, തിരുവല്ലോമല.